മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, അവരോട് നല്ല രൂപത്തിൽ വാക്കുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഖൽബ് കൊണ്ടുമൊക്കെ അവരുടെ ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കൽ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇന്നി ഖതബതു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി, ഞാനൊരു സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തി, എന്നാൽ ഫഅബത് അൻ തൻകിഹനി, എന്നെ വിവാഹം കഴിക്കാൻ അവർക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേറൊരാൾ വന്നിട്ട് അതേ സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ ആ സ്ത്രീക്ക് ആ വ്യക്തിയെ ഇഷ്ടമാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ആ സ്ത്രീയെ അങ്ങ് കൊന്നു കളഞ്ഞു. ഫഹല്ലി മിൻ തൗബ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഫഹല്ലി മിൻ തൗബ, ഞാനങ്ങനെ ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചത്, ഉമ്മുക ഹയ്യ, നിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉമ്മ മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, നീ തൗബ ചെയ്യുക, ഇനിയുള്ള ജീവിതത്തിൽ കഴിയുന്നത്ര നന്മകൾ നീ വർദ്ധിപ്പിക്കുക, അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന രൂപത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉപദേശിച്ചു വിട്ടു. ഈ കാഴ്ച കണ്ട് അതാ ഇബ്നു യാസിർ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, ലിമ സഅൽത അൻ ഹയാത്തി ഉമ്മിഹി, എന്തിനാണ് താങ്കൾ ആ വ്യക്തിയോട്, ഇങ്ങനെ പാപമൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ വ്യക്തിയോട് താങ്കൾ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു അമലിനെക്കുറിച്ചും എനിക്കറിയുകയില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്.